നമസ്കാരം പ്രിയമുള്ളവരെ. മാറിയ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പഴയ മൂന്നാം മുന്നണി പൊടിതട്ടിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ CPM-ൻ്റെ പ്രത്യേകിച്ചും പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നു എന്ന രീതിയിലുള്ള ചില ചർച്ചകൾ ചില മാധ്യമയിടങ്ങളിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ജോൺ ബ്രിട്ടാസിനെയാണ് പിണറായി വിജയൻ ഇതിനു വേണ്ടി നിയോഗിച്ചിരിക്കുന്നത് എന്ന ചില ചർച്ചകളും രാഷ്ട്രീയ പ്രബുദ്ധരുടെ ഇടയിൽ നിന്ന് ഉയരുന്നുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് കോൺഗ്രസും BJP-യുമായി ഒന്നിച്ചു പോകുവാൻ കഴിയാത്ത ചില പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളെയൊക്കെയും ഈ മൂന്നാം മുന്നണിയിൽ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതായത് ഈ ആം ആദ്മി പാർട്ടി അവർ കഴിഞ്ഞ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിനെത്തിയിട്ടില്ലായിരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി മാധ്യമങ്ങൾ വിവക്ഷിക്കുന്നത് പഞ്ചാബിൽ നിയമസഭാ ഇലക്ഷൻ വരികയാണ്. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലാണ് അവിടെ നേരിട്ട് മത്സരം നടക്കുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു മുന്നണിയിൽ അഖിലേന്ത്യാ തലത്തിലിരുന്നു കൊണ്ട് സംസ്ഥാനത്ത് കോൺഗ്രസിനെ വിമർശിക്കാൻ പറ്റില്ല എന്ന ഒരു വിശകലനത്തിലേക്ക് ആം ആദ്മി പാർട്ടി എത്തുന്നു. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ യോഗങ്ങളിൽ ഇനി അവർ സജീവമാകില്ല, ഒരുപക്ഷെ ഇന്ത്യ മുന്നണി വിട്ടുപോയേക്കാം എന്ന രീതിയിലുള്ള ചർച്ചകൾ വരുന്നുണ്ട്. CPM-ഉം അതുപോലുള്ള പ്രയാസത്തെ നേരിടുന്നുണ്ട്. കാരണം കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ CPM-ഉം കോൺഗ്രസും തമ്മിലാണ് പ്രധാന മത്സരം. കോൺഗ്രസിനെ അവിടെ വിമർശിക്കേണ്ടതുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്നു കൊണ്ട് അത്തരം വിമർശനങ്ങൾക്ക് ഒരുപക്ഷെ സാധ്യമായി എന്ന് വരില്ല. മൂന്നാമതൊരു മുന്നണി നേരത്തെ ഉണ്ടായിരുന്നതുപോലെ ഒരു മൂന്നാം മുന്നണി ഉണ്ടായാൽ കോൺഗ്രസിനെയും BJP-യും ഒന്നുപോലെ എതിർക്കാനും രാഷ്ട്രീയ വിമർശനം നടത്തുവാനും കഴിയും എന്ന ഒരു വിശകലനത്തിലേക്ക് CPM എത്തുന്നുണ്ട്. അതുകൊണ്ടൊരു മൂന്നാം മുന്നണിയെ പൊടിതട്ടിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന വിശകലനങ്ങൾ പുറത്തു വരികയാണ്. പ്രത്യേകിച്ചും തെലുങ്കുദേശമൊക്കെ ഈ മുന്നണിയുടെ ഭാഗമായിട്ട് നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഒരുപക്ഷെ ഇനി BRS ഒക്കെയും ഈ പാർട്ടിയുടെ ഭാഗമായേക്കാം എന്ന രീതിയിലുള്ള ചില രാഷ്ട്രീയ നിഗമനങ്ങളും വരുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് തമിഴ്നാട്ടിൽ സംഭവിച്ച രാഷ്ട്രീയ മാറ്റമാണ്. DMK ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല, ഇനി അവർ ഇന്ത്യ മുന്നണിയിൽ ഒപ്പമുണ്ടാകില്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. പകരം കോൺഗ്രസ് അവിടെ ചേർന്ന TVK ആകട്ടെ കഴിഞ്ഞ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. വിജയുടെ ഇപ്പോൾ TVK കേന്ദ്ര സർക്കാരിനെ പിടക്കണ്ട എന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികളുടെ യോഗത്തിൽ അവർ പങ്കെടുക്കാത്തതെന്ന രാഷ്ട്രീയ നിഗമനങ്ങൾ വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഇപ്പോൾ DMK-യും TVK-യും ആ മുന്നണിയിൽ ഇല്ലാത്ത ഒരവസ്ഥയാണുള്ളത്. അങ്ങനെയാണെങ്കിൽ DMK-യുടെ 30ഓളം MLA-മാർ ഇന്ത്യ മുന്നണിക്ക് നഷ്ടമാകും. സമാനമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് പശ്ചിമ ബംഗാളിലുള്ളത്. അവിടെ 20ഓളം തൃണമൂൽ കോൺഗ്രസ് MP-മാർ തൃണമൂൽ കോൺഗ്രസ് വിട്ട് മറ്റൊരു ബ്ലോക്കായിരിക്കുമെന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു 20 MP-മാർ നഷ്ടപ്പെടും. അങ്ങനെ മൊത്തം 50 MP-മാർ ഇന്ത്യ മുന്നണിക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ 230 എന്ന ലോക്സഭയിലെ അംഗബലത്തിൽ നിന്ന് വളരെ താഴേക്ക് ഇന്ത്യ മുന്നണി വരും എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതായത് വളരെ ക്രിയാത്മകമായ രാഷ്ട്രീയ ഇടപെടലുകളൊക്കെ നടത്തിയില്ലെങ്കിൽ, വളരെ ക്ലവറായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ഈ മുന്നണികളെയും ഒപ്പം ഘടകകക്ഷികളെയും ഒക്കെ ചേർത്ത് നിർത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തിയില്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് മുന്നിലുള്ളത് അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ മൂന്നാം മുന്നണി കൂടി നിലവിൽ വന്നാൽ ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ ഇന്ത്യ മുന്നണി വിട്ട് മൂന്നാം മുന്നണിയുടെ ഭാഗമാകുന്നതിന് ഉള്ള സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും പ്രാദേശിക തലങ്ങളിൽ കോൺഗ്രസുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുന്ന ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. അവരൊക്കെയും ഒരുപക്ഷെ മൂന്നാം മുന്നണിയുടെ ഭാഗമായേക്കാം. തെലങ്കാനയിൽ BRS-ഉം അവർ BJP-യുമായി കൂട്ടുകൂടുന്നതിന് മടിക്കുന്നുണ്ട്. കാരണം അവിടെ അവരുടെ രാഷ്ട്രീയ വോട്ട് ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് തന്നെ BJP-ക്കൊപ്പം ചേരുവാൻ അവർക്ക് വൈമനസ്യമുണ്ട്. കോൺഗ്രസിനോടൊപ്പം ചേരുവാനും അവർക്ക് കഴിയില്ല. കാരണം പ്രധാന എതിരാളി അവിടെ കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെ CPM നേതൃത്വം നൽകുന്ന ഒരു മൂന്നാം മുന്നണിയുടെ ഭാഗമായേക്കാം അവരെന്നോടുകൂടിയുള്ള ചില ചർച്ചകളും ഒക്കെ വരുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എന്തായാലും ബിജു ജനതാദൾ ഒറീസയിൽ അവർ മൂന്നാം മുന്നണിയുടെ ഭാഗമായേക്കാം എന്ന രീതിയിലുള്ള നിഗമനങ്ങൾ വരികയാണ്. നേരത്തെ ഈ മൂന്നാം മുന്നണി ഉണ്ടായിരുന്നു. ആസാമിലെ ആസാം ഗണപരിഷത്തും തെലങ്കാന BRS-ഉം ഒപ്പം ആസാം ഗണപരിഷത്തും BRS-ഉം ഒക്കെ ഉൾപ്പെടുന്ന ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്കുദേശവും ഒക്കെ ഉൾപ്പെടുന്ന മൂന്നാം മുന്നണി ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ മിക്ക ഘടകകക്ഷികളും പിന്നീട്
BJP അടർത്തിക്കൊണ്ടു പോകുന്നതാണ് കണ്ടത്. ഇപ്പോൾ പ്രാദേശിക പാർട്ടികളുടെയൊക്കെ ഒരു തിരിച്ചറിവുണ്ട്. മിക്കപ്പോഴും BJPയുടെ വളർച്ചയോടുകൂടി പ്രാദേശിക പാർട്ടികളെയൊക്കെ BJP വിഴുങ്ങുന്ന ഒരവസ്ഥയാണുള്ളത്. BJP ആ പ്രാദേശിക പാർട്ടികളുടെ ഘടകകക്ഷിയായിട്ടാണ് മിക്ക സംസ്ഥാനങ്ങളിലും വളരുന്നത്. പക്ഷേ ക്രമേണ BJP ആ രാഷ്ട്രീയ പാർട്ടികളെ വിഴുങ്ങുന്നുണ്ട്. ഇപ്പോൾ ബീഹാറിൽ എടുത്താലും RJD അത് ഏകദേശം വിഴുങ്ങിക്കഴിഞ്ഞു. ഒറീസയിൽ ബിജു ജനതാദളിനെ, ആസാം ഗണപരിഷത്തിനെ, ഇപ്പോൾ ആസാമിൽ പണ്ട് മുഖ്യമന്ത്രിയൊക്കെ ഉണ്ടായിരുന്ന അസം ഗണപരിഷത്ത് എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ BJPയുടെ ചെറിയ ഒരു ഘടകകക്ഷിയായി ഒതുങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രാദേശിക കക്ഷികളൊക്കെയും ഒരുപക്ഷെ ഈ മൂന്നാം മുന്നണിയുടെ ഭാഗമായേക്കാം എന്ന രീതിയിൽ ഉള്ള ചർച്ചകൾ വരികയാണ്. കാരണം ഒരിക്കലും CPM ഒന്നും അങ്ങനെ ആ പ്രാദേശിക കക്ഷികൾക്ക് വിലങ്ങുതടിയായി അല്ലെങ്കിൽ അവരെ വളർച്ചയെ തടഞ്ഞുകൊണ്ട് അവരെ വിഴുങ്ങിക്കൊണ്ട് ആ സംസ്ഥാനങ്ങളിൽ വളരുവാനുള്ള രാഷ്ട്രീയ സാഹചര്യമല്ല. കാരണം CPM ഒക്കെ ഒരുപക്ഷെ കേരളത്തിലോ ത്രിപുരയിലോ ബംഗാളിലോ ഒക്കെ ഒതുങ്ങുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ മുന്നണിയുടെ ഭാഗമായി നിന്നാൽ ഒരുപക്ഷെ എങ്ങനെയെങ്കിലുമൊക്കെ ഈ പ്രാദേശിക പാർട്ടികൾ സംസ്ഥാനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ അങ്ങനെ ഒരു മന്ത്രിസഭ വരികയാണെങ്കിൽ കൂടുതൽ വിലപേശലിന് സാധ്യതയുണ്ട് എന്ന രീതിയിലൊക്കെയുള്ള ചർച്ചകളാണ് ഒരുപക്ഷെ ഈ പ്രസ്ഥാനങ്ങളെയൊക്കെയും മൂന്നാം മുന്നണിയിലേക്ക് അടുപ്പിക്കുന്നതെന്ന രീതിയിലുള്ള രാഷ്ട്രീയ വിശകലനങ്ങൾ വരുന്നുണ്ട്. നേരത്തെയും മൂന്നാം മുന്നണി ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്ന പോലെ മൂന്നാം മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു ജയലളിത. പക്ഷേ ആദ്യം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്ന രാഷ്ട്രീയ വിജയം നേടുന്ന സന്ദർഭത്തിൽ മൂന്നാം മുന്നണി വീക്ഷിച്ചുകൊണ്ട് ആദ്യം നരേന്ദ്രമോദിയെ കാണുവാൻ പോയ മുഖ്യമന്ത്രി കൂടിയായിരുന്നു ജയലളിത എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് മൂന്നാം മുന്നണിയുടെ ഘടകകക്ഷിയായി നിൽക്കുന്ന മിക്ക പാർട്ടികളുടെയും അവരുടെ രാഷ്ട്രീയ സ്വഭാവം ഒന്നുപോലെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിയാം. ചന്ദ്രബാബു നായിഡു നേരത്തെ മൂന്നാം മുന്നണിയുടെ കൺവീനറായിരുന്നു. അദ്ദേഹം പിന്നീട് BJP മുന്നണിയിൽ ചേർന്നു. അതുപോലെ അസം ഗണപരിഷത്ത് പിന്നീട് BJPയിലായിരുന്നു. BJPയിലേക്ക് പോയി പഞ്ചാബിൽ അകാലിദൾ മൂന്നാം മുന്നണി, ഇടതുപക്ഷം ഒക്കെയുള്ള മൂന്നാം മുന്നണിയുടെ ഭാഗമായിരുന്നു. പിന്നീട് അവർ BJPയിലേക്ക് പോയി. അതായത് നമ്മൾ ഓരോ പ്രാദേശിക പ്രസ്ഥാനങ്ങളെയും എടുത്തു നോക്കുകയാണെങ്കിൽ അവരുടെ രാഷ്ട്രീയ നിലപാടുകളൊക്കെയും അതൊരു ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അത് ഡിപ്പെൻഡബിളാണ്. അവരുടെ നേട്ടങ്ങൾ ആ പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന വ്യക്തികളുടെയൊക്കെ നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ BJPയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അവർ പറയുന്നത് അവരെ ആ പ്രാദേശിക പാർട്ടി പ്രതിദാനം ചെയ്യുന്ന സംസ്ഥാനത്തിന് വേണ്ടിയാണെന്നൊക്കെ പറയുന്നെങ്കിലും ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മിക്കപ്പോഴും ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുമെന്നൊരു പ്രത്യേകത കൂടി ഉള്ളതുകൊണ്ട് ഈ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഒരു മൂന്നാം മുന്നണിയുടെ ഒരു നിലനിൽപ്പ് അത് എത്രത്തോളം ഉണ്ട് എന്ന രീതിയിലുള്ള ചർച്ചകൾ വരികയാണ്. എന്തായാലും പിണറായി വിജയനെ സംബന്ധിച്ച്, CPMനെ സംബന്ധിച്ച് ഇനി ഇന്ത്യ മുന്നണിയുടെ തുടർച്ച അത് വളരെ പ്രതിസന്ധികൾ ഉണ്ടാക്കും. കാരണം വളരെ കടുത്ത വിമർശനമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തുന്നത് പിണറായി വിജയനെതിരെ. പ്രത്യേകിച്ചും ഇന്ന് പോലും അദാനിയും അംബാനിയും ഒക്കെ കേരളത്തിൽ കൊണ്ടുവന്ന CPM ആണ് എന്ന രീതിയിൽ CPMും കോൺഗ്രസ് തമ്മിൽ പോരുണ്ടായിട്ടുണ്ട്. അതുപോലെ കോൺഗ്രസ് നേതൃത്വം വളരെ വ്യക്തമായി തന്നെ രാഹുൽ ഗാന്ധിക്ക് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയെയും അതിന് നേതൃത്വം നൽകിയ നേതൃത്വം നൽകിയ പിണറായി വിജയനെ വിമർശിക്കുവാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് എന്ന വിലയിരുത്തലും വരുന്നതോടൊപ്പം ഇന്ത്യ മുന്നണി വിടുവാനുള്ള CPMൻ്റെ തീരുമാനം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാദേശിക കക്ഷികളൊക്കെ യോജിപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒരു മൂന്നാം മുന്നണി ഉണ്ടാകും. അതിന് ജോൺ ബ്രിട്ടാസിൻ്റെ ഒരു കാർമ്മികത്വം ഉണ്ടാകും എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.